ിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ലേസി പേ കാർഡിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൂടാതെ എന്താണ് ലേസി പേ, എന്താണ് ലേസി പേ കാർഡ് എന്നിവയുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഏറ്റവും ആദ്യം ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയ സമയത്ത് എനിക്ക് ക്രെഡിറ്റ് കിട്ടാൻ യാതൊരുവിധ മാർഗം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു ടൈമിൽ എനിക്ക് ആദ്യമായിട്ടൊരു ക്രെഡിറ്റ് തരുന്നത് അല്ലെങ്കിൽ ഒരു ലോൺ തരുന്നത് ലേസി പേ ആയിരുന്നു. അതായത് എനിക്ക് ക്രെഡിറ്റ് സ്കോർ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത്, ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത്, എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ക്രെഡിറ്റ് തന്നത് ലേസി പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് വേറൊന്നുമില്ല, ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം എൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു. ആ സമയത്ത് ക്രെഡിറ്റ് കാർഡ് പോലും എനിക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സോ ക്രെഡിറ്റ് റേറ്റിങ്ങോ ഒന്നും എനിക്ക് ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ എനിക്കിത് കിട്ടുകയും ചെയ്തു. അതായത് എനിക്ക് അന്ന് കിട്ടിയ ലിമിറ്റ് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അതായത് വെറും 500 രൂപയാണ് ഇവരെനിക്ക് ലിമിറ്റായിട്ട് തന്നത്. അപ്പോൾ ലേസി പേ എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന സേവനം എന്ന് പറയുന്നത്. അതായത് ഇവർ നമുക്ക് അധികം ക്രെഡിറ്റ് സ്കോർ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഇവർ നമുക്ക് കുറച്ച് രൂപയായെങ്കിലും ക്രെഡിറ്റ് തരുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സർവീസ് ആയിരുന്നു ലേസി പേ എന്ന് പറയുന്ന സർവീസ്. എന്നാൽ ലേസി പേ കുറച്ചുകൂടെ ഡെവലപ്പായി. ലേസി പേ എന്ന് പറയുന്നത് ഒരു നല്ല പേയു മണി എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൊവൈഡർ നൽകുന്ന ഒരു സർവീസാണ്. അതായത് അവർക്ക് ഫൈനാൻഷ്യൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ് ഈ ലേസി പേ സർവീസ് കൊണ്ടുവന്നിരിക്കുന്നത്. മിക്ക പേയ്മെൻറ്റ് ഗേറ്റ് വേകളും ഇന്ന് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പേയു മണി വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേയുവിൻ്റെ ഈ പറയുന്ന ഐക്കൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ പേയു വെച്ചിട്ടാണ് മിക്ക ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ മിക്ക പേയ്മെൻറ്റ് ഗേറ്റ് വേ കമ്പനീസും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബാങ്കിനും നമ്മുടെ പേയ്മെൻറ്റ് നമ്മൾ ആർക്കാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൊവൈഡറാണ് പേയു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സർവീസാണ് ലേസി പേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വെറും 500 രൂപയാണ് കിട്ടിയത്. ആ 500 രൂപയ്ക്ക് ഞാൻ സാധനങ്ങൾ സ്വിഗ്ഗിയിലൊക്കെ മേടിക്കുന്നു, സ്വിഗ്ഗിയിൽ നിന്ന് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നു. അതൊക്കെയാണ് എനിക്ക് ഈ ലേസി പേയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവർ കുറച്ചുകൂടെ ഞാൻ പണം കൃത്യമായിട്ട് ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് അവരെനിക്ക് വീണ്ടും കുറച്ചുകൂടെ ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് ഓഫർ ചെയ്ത് തന്നു. അതായത് എനിക്ക് അന്ന് തന്നത് ഒരു 2000 രൂപ ക്രെഡിറ്റ് ലിമിറ്റാണ്. അതായത് എനിക്ക് യാതൊരുവിധ ജോലിയില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പണം എടുക്കാൻ തുടങ്ങി, തിരിച്ച് കൃത്യമായിട്ട് അടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ലേസി പേ ആപ്പ് തന്നത് ഏകദേശം 5000 രൂപ വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റാണ്. അപ്പോൾ അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. ഞാൻ ലേസി പേ ആപ്പ് ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞു. കാരണം നമുക്കറിയാം സ്ലൈസ് പോലുള്ള ആൾട്ടർനേറ്റീവ്സ്, ഇപ്പോൾ സ്ലൈസ് പിന്നെ കൂടുതൽ എനിക്ക് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടാൻ തുടങ്ങി. ഞാൻ HDFCയുടെയും SBIയുടെയും ആക്സിസിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം തന്ന, അല്ലെങ്കിൽ എനിക്ക് ഒന്നും നോക്കാതെ ക്രെഡിറ്റ് തന്ന ലേസി പേ ഞാൻ പതിയെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കുറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് ലേസി പേ ഒരു പുതിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് വന്നത്. അതായത് ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഒരു ലേസി പേ കാർഡ് നമ്മൾക്ക് ലേസി പേ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ലേസി പേ കാർഡിനോട് എന്താണ് കാർഡ്, എങ്ങനെയായിരിക്കും അത് ഇരിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് നോക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കാർഡിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത്, ഈ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, അതായത് പണ്ടേ നിങ്ങൾക്ക് ലേസി പേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാവരും ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ വളരെ കുറഞ്ഞ ഇതായിരിക്കും, ലിമിറ്റായിരിക്കും ലേസി പേയിൽ യൂഷ്വലി ഉണ്ടാവുക അല്ലേ. ആ ഒരു ലിമിറ്റിനെ നല്ലതുപോലെ അപ്ഗ്രേഡ് ചെയ്തിരുന്നത്. എനിക്കുണ്ടായിരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5000 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 5000 രൂപയിൽ നിന്ന് പെട്ടെന്ന് തന്നെ 2 lakh ലിമിറ്റിലേക്ക് എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് അപ്ഗ്രേഡ് ആയിട്ട് കിട്ടി. അത് ഞാൻ ഈ കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ അവരെൻ്റെ ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ച് ഒരിക്കൽ കൂടി അതെല്ലാം നോക്കിയിട്ടാണ് അവരെനിക്കൊരു പുതിയ ക്രെഡിറ്റ് ലിമിറ്റ് തന്നത്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലേസി പേ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ലേസി പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും സ്കോറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരുവിധം നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നല്ല ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ഇവർ തരുന്നതായിരിക്കും. ഇനി ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇന്ന് എനിക്കിപ്പോൾ ഈ കാർഡ് കിട്ടിയതേ ഉള്ളൂ. കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ്. കാർഡ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാണിക്കാം. 5 lakhs വരെയുള്ള ലിമിറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. സാധാരണ എല്ലാ ബൈ നൗ പേ ലേറ്റർ കാർഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് സ്ലൈസ് ആയാലും യൂണിപേ ആയാലും അതുപോലെ തന്നെ വൺ കാർഡ് ആയാലും ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സും ബെനിഫിറ്റ്സും ഈ കാർഡ് നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ഓഫറായിട്ട് ഇവർ തരുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫറായിട്ട് തരുന്നത് കാർഡ് ഇപ്പോൾ എടുക്കുന്നവർക്ക് 500 rupees ക്യാഷ് ബാക്ക് റെഡിലി ആയിട്ടും കിട്ടുന്നു. കൂടാതെ 5% ക്യാഷ് ബാക്ക് വരെ ഓരോ പർച്ചേസിലും കിട്ടുന്നു. അതായത് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 95 രൂപ കൊടുത്താൽ മതി എന്നുള്ളത്. ഇനി മിക്ക കാർഡുകളുടെ അസോസിയേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ബാങ്കിങ് പാർട്ട്ണർ SBM ബാങ്ക് ആണ്. അതുപോലെ തന്നെ LazyPay കാർഡിൻ്റെയും ബാങ്കിങ് പാർട്ട്ണർ SBM ബാങ്ക് ആണ്. ഇനി ഇത് വിസ കാർഡുമായിട്ട് ചേർന്നിട്ടാണ് ഇവർ ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറുകളിലും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഈ കാർഡിൻ്റെ മറ്റ് പ്രത്യേകതകൾ നിലവിൽ ഇതിൽ ഹിഡൻ ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. വർഷാവർഷം നമുക്കൊരു ഫീസ് ഈ കാർഡിന് കൊടുക്കേണ്ടതായിട്ടില്ല. ഓരോ കാര്യങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ആണ്. ക്യാഷ് ബാക്ക് റിഡീം ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് ഒരു പോയിന്റ്സ് ആയിട്ടുള്ള സിസ്റ്റമോ അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ 5% ക്യാഷ് ബാക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിൽ ഇങ്ങനെയുള്ള പല ഓഫേഴ്സും കാണും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഓഫേഴ്സിൻ്റെ റേറ്റ് കുറഞ്ഞു വരും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പലിശ നിരക്ക് ലോ ആണെന്നാണ് ഇവർ പറയുന്നത്. ലൈഫ് ടൈം ഫ്രീ കാർഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് ആദ്യം തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് തന്ന ഒരു കമ്പനി ആയതുകൊണ്ടും ക്രെഡിറ്റ് തന്ന ഒരു കമ്പനി ആയതുകൊണ്ടും വർഷങ്ങളായിട്ട്, അതായത് ഞാൻ പറഞ്ഞത് ഒരു 2014-15 കാലയളവ് തൊട്ടേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് LazyPay എന്ന് പറയുന്നത്. ആ ഒരു സമയം മുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും എനിക്ക് ഈ കമ്പനി വിശ്വാസമാണ്. ഇത് പേയു മണിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ടും എനിക്ക് ഈ കമ്പനി വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡ് വന്ന ഉടൻ തന്നെ ഒന്നും നോക്കാതെ ഈ കാർഡിന് അപ്ലൈ ചെയ്തത്. കാരണം ഓൾറെഡി എനിക്ക് ഇവരുമായിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി ഇവിടെ കാർഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവർ കുറേ FAQs പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ കാർഡിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ കാർഡൊന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടും. അത് നിങ്ങൾക്ക് എല്ലാവരും കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ LazyPay കാർഡ് എന്താണ്, LazyPay എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാർഡിൻ്റെ അൺബോക്സിങ്ങിലേക്ക് മൂവ് ഓൺ ചെയ്യാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കേജിലാണ് എനിക്ക് ഈ കാർഡ് ഡെലിവർ ആയത്. നിങ്ങൾക്ക് കാണാം ഇവിടെ LazyPayയുടെ എംബ്ലവും പിന്നെ SBM ബാങ്കിൻ്റെ എംബ്ലവും ഒക്കെ ഉള്ള ഒരു ബോക്സിലാണ് ഈ കാർഡ് എനിക്ക് കിട്ടിയത്. നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു പെട്ടിയാണ്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പെട്ടിയിൽ ഹാപ്പിനെസ് അപ്രൂവ്ഡ് എന്ന് പറയുന്ന ഒരു ഇതും പിന്നെ അൺബോക്സ് ദ ക്രെഡിറ്റ് യു ഡിസേർവ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഫണ്ണി ലുക്കിംഗ് ബോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ബോക്സിൻ്റെ ഈ ഒരു മേൽഭാഗമാണ് ഇതിൽ നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കാർഡ് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പേപ്പർ അവർ കാണിക്കുന്നുണ്ട്, ഹാപ്പിനെസ് അപ്രൂവ്ഡ് എന്ന് പറയുന്ന. അതിൽ അവർ നമുക്കൊരു വെൽക്കം മെസ്സേജ് ആണ് തരുന്നത്. ഞാൻ പറഞ്ഞു ഇത് LazyCard ആണ്, ഇത് SBM ബാങ്ക് ആണ് ഇത് പവർ ചെയ്യുന്നത്. അപ്പോൾ SBM ബാങ്കിൻ്റെ ആ ഒരു വെൽക്കം മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു LazyCard കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ഇതിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇത് നോക്കാം. ഇതിൽ നമ്മുടെ LazyPayയുടെ സിമ്പൽ വെച്ചിട്ടുണ്ട്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് ഒരു സ്ലൈഡർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. വാവ്, ഞാൻ ഇത് സ്ലൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ 2 ഫ്ലാപ്പ് മാറ്റുമ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ LazyPay കാർഡ് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പിൻ സെറ്റ് ചെയ്യാനായിട്ട് LazyPay ആപ്പ് ഉപയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട്. വേറെ അഡീഷണൽ ഡോക്യുമെൻറ്റേഷനോ ഒന്നുമില്ല. ഇതാണ് കാർഡിൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. SBM ബാങ്കിൻ്റെ കാർഡാണ്. കൂടാതെ ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് കാർഡ് നമ്പർ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഞാൻ കാർഡ് നമ്പർ മറിച്ചിട്ടുണ്ട്. SBM ബാങ്കിൻ്റെ കാർഡാണെന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു വിസ പ്ലാറ്റിനം കാർഡാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. CVV നമ്പറും
എക്സ്പയറി ഡേറ്റും ഒക്കെ ഇതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഈ കാർഡ് തിരിച്ച് പഴയതുപോലെ ഈ ഒരു ഫ്ലാപ്പിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ജെൻറ്റിലായിട്ട് ഫ്ലാപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ കാർഡ് ഇത്രയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻസ് യഥാസമയം കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ എല്ലാവരിലും എത്തിക്കുക. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.